പമ്പയിലും ഭക്തജന തിരക്കിന് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ പമ്പയിൽ ഭക്തജന തിരക്ക് കുറവാണ്. അവധി ദിവസമായതിനാൽ ഉച്ചയോടുകൂടി തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. പമ്പയിലും നിലയ്ക്കലിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് ADGP S. ശ്രീജിത്ത് IPS നേരത്തെ അറിയിച്ചിരുന്ന വിവരങ്ങളുമായി പമ്പയിൽ നിന്ന് കിരൺ കുമാർ കൂടി ചേരുന്നുണ്ട്. കിരണ്, സന്നിധാനത്ത് ഭക്തജന തിരക്ക് നേരിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ ഇന്ന് അവധി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി തിരക്ക് പമ്പയിൽ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം, അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതിന് ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്? നിഖില, ഇന്ന് രാവിലെ മുതൽ തന്നെ പമ്പയിൽ തിരക്കിന് വലിയൊരു ശമനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്തജന തിരക്ക് കുറഞ്ഞതായിട്ടുള്ള ഒരു അനുഭവങ്ങളായിരുന്നു പമ്പയിൽ ഉണ്ടായിരുന്നതെങ്കിലും എന്നാൽ പിന്നീട് ഒരു 9 മണിക്കൊക്കെ ശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭക്തരുടെ ഒരു പ്രവാഹം അത് രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിലിപ്പോൾ പമ്പയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അവധി ദിവസമായതിനാൽ തന്നെ വലിയൊരു ക്രമീകരണം പോലീസ് സ്വീകരിച്ചിരുന്നു. ഇന്നലെ രാത്രിയും ഇന്നുമൊക്കെയായി നിരവധി ഭക്തർ എത്തും എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണം പമ്പയിൽ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ബേസ് ക്യാമ്പ് പമ്പയാണ്. പമ്പയിലെത്തി ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് മല ചവിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ പമ്പയിലെ തിരക്ക് വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് പമ്പയിൽ പരമാവധി തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസ് സ്വീകരിച്ചിരുന്നു. 13 വെർച്വൽ ക്യൂവിൻ്റെ കൗണ്ടറുകളാണ് ഏതായാലും ഇപ്പോൾ പമ്പയിൽ ഈ തിരക്ക് കണക്കിലെടുത്ത് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പോലും വലിയൊരു തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നൊരു അവധി ദിവസമാണ്. കാര്യം വൃശ്ചിക മാസം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ അവധി ദിവസം കൂടിയായതിനാൽ തന്നെ ഒരു പക്ഷേ ഇന്ന് തിരക്കുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും നിലവിലിപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു തിരക്കിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെട്ട സമയത്ത് പോലും പമ്പയിൽ ഇന്നലെയൊന്നും വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ചെറിയ രീതിയിലേക്ക് ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഉച്ചയോടുകൂടിയോ അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയോ ഈ തിരക്ക് അത് വലിയ രീതിയിലേക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. ഏതായാലും വിപുലമായ ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പമ്പയിലും ഒപ്പം തന്നെ നിലയ്ക്കലിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ADGP വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിലിപ്പോൾ പമ്പയിലെ തിരക്ക് ചെറിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് വലിയൊരു രീതിയിലേക്ക് മാറിയിട്ടില്ല. അത് നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ ഭക്തർക്ക് പരമാവധി ദർശനം കണ്ടുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് മാത്രമാണ് നിലവിലിപ്പോൾ തിരക്ക് ഉള്ളത്. നിഖിൽ, ശരി കിരൺ, എന്തായാലും സന്നിധാനത്തും പമ്പയിലും തിരക്കിന് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തതിനെ അപേക്ഷിച്ച് ഇന്ന് ഭക്തരുടെ ഒരു തിരക്ക് കുറവുണ്ട്. എന്നാൽ ഇന്ന് അവധി ദിനമായതിനാൽ ഉച്ചയോടുകൂടി ഭക്തർ കൂടുതലായി എത്തും എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിനുവേണ്ടി ക്രമീകരണങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പമ്പയിൽ നിന്ന് കിരൺ കുമാർ.